നമസ്കാരം, എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഈ സ്ഥാപനത്തിലെ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ദ എസൻസ് ഓഫ് ചേഞ്ച് എന്ന പാഠഭാഗത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ ബാലൻസ് ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പഠിച്ചു നിർത്തിയത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥ മാറ്റം. ഒന്നുകൂടി പറയാം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിലോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥാ മാറ്റം സംഭവിക്കുന്നു. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിലോ അവസ്ഥാ മാറ്റം സംഭവിക്കുന്നു. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, ഹീറ്റ് എനർജി സ്വീകരിക്കുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു ലിക്വിഡ് സ്റ്റേറ്റിലേക്കും തിരിച്ച് ഗേഷ്യസ് സ്റ്റേറ്റിലേക്കും മാറുന്നു. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു ലിക്വിഡ് സ്റ്റേറ്റിലേക്കും തിരിച്ച് അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്കും മാറുന്നു. എന്നാൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ, ഹീറ്റ് എനർജി പുറത്തുവിടുകയാണെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്കും തിരിച്ച് അതിന്റെ പഴയ സ്റ്റേറ്റായ സോളിഡ് സ്റ്റേറ്റിലേക്കും മാറുന്നു. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അഥവാ പുറത്തുവിടുകയാണെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു ലിക്വിഡ് സ്റ്റേറ്റിലേക്കും തിരിച്ച് അതിന്റെ പഴയ സ്റ്റേറ്റായ സോളിഡ് സ്റ്റേറ്റിലേക്കും മാറുന്നു. എന്നാൽ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സിറ്റുവേഷൻ, സന്ദർഭം. രണ്ടാമത് ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്റ്റേറ്റ് ഓർ ഇൻ ഷേപ്പ്, അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമോ അല്ലെങ്കിൽ ഷേപ്പിലോ സൈസിലോ ഉണ്ടാകുന്ന മാറ്റം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഹീറ്റിംഗ് സോളിഡ് ഗീ, നെയ്യ് ചൂടാക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റമാണ് ഇറ്റ് മെൽസ്, ഉരുകുന്നു. സോളിഡ് ഗീ, നെയ്യ് ചൂടാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റമാണ് മെൽസ്, ഉരുകുന്നു. അടുത്ത നോക്കിയ കട്ടിംഗ് വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം ബിക്കം സ്മാളർ പീസസ്, വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ അത് സ്മാളർ പീസസ് ആയിട്ട് മാറുന്നു. അടുത്ത നോക്കിയ ഹീറ്റിംഗ് എ PVC പൈപ്പ്, PVC പൈപ്പ് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ എക്സ്പാൻസ്, അത് വികസിക്കുന്നു. PVC പൈപ്പ് ചൂടാകുമ്പോൾ എന്താണ് അതിന്റെ മാറ്റം? വികസിക്കുന്നു, എക്സ്പാൻസ്, വികസിക്കുന്നു. അടുത്ത നോക്കിയേ ഹീറ്റിംഗ് വാക്സ്, മെഴുക് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ഇറ്റ് മെൽസ്, ഉരുകുന്നു. അടുത്ത നോക്കിയേ ടിയറിംഗ് പേപ്പർ, പേപ്പർ മുറിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ബിക്കം സ്മാളർ പീസസ്, അത് ചെറിയ പീസായിട്ട് മാറുന്നു. അടുത്ത നോക്കിയേ ഹീറ്റിംഗ് ലാക്ക്, ലാക്ക് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ഇറ്റ് മെൽസ്, ഉരുകുന്നു. അടുത്ത നോക്കിയേ ക്രംബ്ലിംഗ് പേപ്പർ, പേപ്പർ ചുരുട്ടുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ചേഞ്ചസ് ഇൻ ഷേപ്പ്, അവിടെ ഷേപ്പിനാണ് മാറ്റം ഉണ്ടാകുന്നത്. അടുത്ത നോക്കിയേ ബ്രേക്കിംഗ് ബോട്ടിൽ, ബോട്ടിൽ പൊട്ടിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ബിക്കം സ്മാളർ പീസസ്, ചെറിയ പീസായിട്ട് അത് മാറുന്നു. ഒന്നുകൂടി പറയാം. ആദ്യം കൊടുത്തിരിക്കുന്നത് സിറ്റുവേഷൻ, സന്ദർഭം. രണ്ടാമത് ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്റ്റേറ്റ് ഓർ ഇൻ ഷേപ്പ്, അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമോ അല്ലെങ്കിൽ ഷേപ്പിൽ ഉണ്ടാകുന്ന മാറ്റമോ. അടുത്ത നോക്കിയേ ആദ്യം പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഹീറ്റിംഗ് എ സോളിഡ് ഗീ, നെയ്യ് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? മെൽസ്, ഉരുകുന്നു. അതുപോലെ തന്നെ നോക്കിയേ കട്ടിംഗ് വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ബിക്കം സ്മാളർ പീസസ്, ചെറിയ പീസായിട്ട് മാറുന്നു. അടുത്ത നോക്കിയേ ഹീറ്റിംഗ് എ PVC പൈപ്പ്, PVC പൈപ്പ് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ എക്സ്പാൻസ്, വികസിക്കുന്നു. ഹീറ്റിംഗ് വാക്സ്, മെഴുക് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ഇറ്റ് മെൽസ്. അടുത്ത നോക്കിയേ ടിയറിംഗ് പേപ്പർ, പേപ്പർ മുറിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം ബിക്കം സ്മാളർ പീസസ്, ചെറിയ പീസായിട്ട് മാറുന്നു. എന്നാൽ അടുത്ത നോക്കിയേ ഹീറ്റിംഗ് ലാക്ക്, ലാക്ക് ചൂടാക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ മെൽസ്, ഉരുകുന്നു. അടുത്ത നോക്കിയേ ക്രംബ്ലിംഗ് പേപ്പർ, പേപ്പർ ചുരുട്ടുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ചേഞ്ചസ് ഷേപ്പ്, ഷേപ്പിനാണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത്. അടുത്ത നോക്കിയേ ബ്രേക്കിംഗ് ബോട്ടിൽ, ബോട്ടിൽ പൊട്ടിക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന മാറ്റമോ ബിക്കം സ്മാളർ പീസസ്, ചെറിയ പീസായിട്ട് അത് മാറുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 ചേഞ്ചസ് ആണ്. ഒന്ന് ഫിസിക്കൽ ചേഞ്ച്, 2 കെമിക്കൽ ചേഞ്ച്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 ചേഞ്ചസ് ആണ്, 2 മാറ്റങ്ങളാണ്. ഒന്ന് ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റവും. 2 കെമിക്കൽ ചേഞ്ച്, രാസമാറ്റവും. ആദ്യം നമുക്ക് ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ സൈസിനോ ഷേപ്പിനോ അവസ്ഥയിലോ ഉണ്ടാകുന്ന മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച്. ഒരു പദാർത്ഥത്തിലെ സൈസിനോ ഷേപ്പിനോ അവസ്ഥയ്ക്കോ ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച്. എക്സ്പാൻഷൻ, മെൽറ്റിംഗ്, ബ്രേക്കിംഗ്, ടിയറിംഗ് ഇവയെല്ലാം ഫിസിക്കൽ ചേഞ്ചസ് ആണ്. എക്സ്പാൻഷൻ, മെൽറ്റിംഗ്, ബ്രേക്കിംഗ്, ടിയറിംഗ് ഇവയെല്ലാം ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസിൽ പുതുതായി ഒരു വസ്തുവും ഉണ്ടാകുന്നില്ല. ഫിസിക്കൽ ചേഞ്ചസിൽ പുതുതായി ഒരു വസ്തുവും ഉണ്ടാകുന്നില്ല. ഒന്നുകൂടി പറയാം. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിന്റെ സൈസിനോ ഷേപ്പിനോ സ്റ്റേറ്റ് അവസ്ഥയിലോ ഉണ്ടാകുന്ന മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച്. എക്സ്പാൻഷൻ വികസിക്കുന്നതും, മെൽറ്റിംഗ് ഉരുകുന്നതും, ടിയറിംഗ്
കീറുന്നതും ബ്രേക്കിംഗ് പൊട്ടുന്നതും ഇവയെല്ലാം ഫിസിക്കൽ ചേഞ്ചസ് ആണ്. എന്നാൽ ഫിസിക്കൽ ചേഞ്ചസിൽ ഭൗതിക മാറ്റത്തിൽ പുതുതായിട്ട് ഒരു വസ്തുക്കളും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്താണ് ഒന്നുകൂടി നോക്കാം. ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ് ഈസ് ടേംഡ് ആസ് ഫിസിക്കൽ ചേഞ്ച്. ഒരു പദാർത്ഥത്തിന്റെ സ്റ്റേറ്റ് അവസ്ഥയിലോ ഷേപ്പിലോ സൈസിലോ ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച്. എന്നാൽ എക്സ്പാൻഷൻ വികസിക്കുന്നതും, മെൽറ്റിംഗ് ഉരുകുന്നതും, ബ്രേക്കിംഗ് പൊട്ടുന്നതും, ടിയറിംഗ് മുറിക്കുന്നതും എല്ലാം ഫിസിക്കൽ ചേഞ്ചസ് ആണ്. എന്നാൽ ഫിസിക്കൽ ചേഞ്ചസിൽ പുതുതായിട്ട് ഒരു വസ്തുക്കളും ഉണ്ടാകുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം. ഒരു പദാർത്ഥം, ഒരു സബ്സ്റ്റൻസ് എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എനർജിയെ സ്വീകരിക്കുകയോ എനർജിയെ റിലീസ് ചെയ്യുകയോ എനർജിയെ പുറത്തു വിടുകയോ ചെയ്ത് ഒരു പുതുതായ ഒരു വസ്തു ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. ഒന്നുകൂടി പറയാം. ഒരു വസ്തു എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എനർജിയെ റിലീസ് ചെയ്യുകയോ ചെയ്ത് പുതുതായ ഒരു വസ്തു ഉണ്ടാകുകയാണെങ്കിൽ അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനന്റ് ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു മാറ്റമാണ്. കെമിക്കൽ ചേഞ്ച് എന്നാൽ സ്ഥിരമായ ഒരു മാറ്റമാണ്. ഉദാഹരണം, മാംഗോസ് റൈപ്പൺ, മാങ്ങ പഴുക്കുന്നു. അതുപോലെ തന്നെ ടിയറിംഗ് പേപ്പർ മുറിക്കുന്നു. ഇതെല്ലാം സ്ഥിരമായ ഒരു മാറ്റമാണ്, പെർമനന്റ് ചേഞ്ച് ആണ്. കാരണം തിരിച്ചതിന്റെ പഴയ അവസ്ഥയിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം. എനർജിയെ അബ്സോർബ് ചെയ്യുകയോ എനർജിയെ സ്വീകരിക്കുകയോ അതുപോലെ തന്നെ എനർജി റിലീസ് ചെയ്യുകയോ എനർജി പുറത്തു വിടുകയോ ചെയ്ത് പുതുതായ ഒരു വസ്തു അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ പെർമനന്റ് ചേഞ്ച് ആണ്, സ്ഥിരമായ ഒരു മാറ്റമാണ്. എക്സാമ്പിൾ, മാംഗോസ് റൈപ്പൺ, മാങ്ങ പഴുക്കുന്നതും അതുപോലെ തന്നെ ടിയറിംഗ് പേപ്പർ മുറിക്കുന്നതും ഇവയെല്ലാം കെമിക്കൽ ചേഞ്ചസിന് ഉദാഹരണമാണ്. കാരണം അവയെ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. The process in which a substance change into new substance by absorbing or releasing energy is termed as chemical change. എനർജിയെ സ്വീകരിക്കുമ്പോഴോ അബ്സോർബ് ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ റിലീസ് പുറത്തു വിടുമ്പോഴോ പുതുതായിട്ട് ഒരു വസ്തു ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നു. കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനന്റ് ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ പെർമനന്റ് ചേഞ്ച് ആണ്, ഒരു സ്ഥിരമായ ഒരു മാറ്റമാണ്. എക്സാമ്പിൾ, മാംഗോസ് റൈപ്പൺ, മാങ്ങ പഴുക്കുന്നതും അതുപോലെ തന്നെ ടിയറിംഗ് പേപ്പർ മുറിക്കുന്നതും ഇവയെല്ലാം കെമിക്കൽ ചേഞ്ചസിന് ഉദാഹരണമാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ ചേഞ്ചസിനും കെമിക്കൽ ചേഞ്ചസിനും രണ്ട് ഉദാഹരണങ്ങളാണ്. ആദ്യം എന്താണെന്ന് നോക്കാം. when wax is heated, മെഴുക് ചൂടാകുന്നു. നോക്കിയേ, അബ്സോർബ് ഹീറ്റിനെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മെഴുക് ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മെൽറ്റ്സ് ഉരുകുന്നു. അതുപോലെ നോക്കിയേ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, അതിന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നു. പിന്നീടോ നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, പുതുതായ ഒരു വസ്തുക്കളും ഉണ്ടാവുന്നില്ല. നമുക്കറിയാം, പുതുതായ ഒരു വസ്തുക്കളും ഇല്ലെങ്കിൽ അത് ഏത് ചേഞ്ച് ആയിരിക്കും? ഫിസിക്കൽ ചേഞ്ച് ആയിരിക്കും. ഒന്നുകൂടി പറയാം. when wax is heated, മെഴുക് ചൂടാക്കുന്നു, അവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെൽറ്റ്സ് ഉരുകുന്നു. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, അതിന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നു. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, പുതുതായ ഒരു വസ്തുക്കളും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏത് ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം? ഫിസിക്കൽ ചേഞ്ച് ആണ്. അടുത്ത നോക്കിയേ, കെമിക്കൽ ചേഞ്ചിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക. when sugar is heated, പഞ്ചസാര ചൂടാകുന്നു. എന്നാൽ നോക്കിയേ, അബ്സോർബ് ഹീറ്റിനെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മെൽറ്റ് ഉരുകുന്നു. ചേഞ്ച് ഇൻ കളർ, അതിന്റെ കളറിന് വ്യത്യാസം ഉണ്ടാകുന്നു. എന്നാൽ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, പുതുതായിട്ടൊരു വസ്തു അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഏത് ചേഞ്ച് ആണെന്ന് പറയാം? കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം. കാരണം എന്താണ്? ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്, പുതുതായിട്ടൊരു വസ്തു അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ചേഞ്ച് ആണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ പ്രയോജനകരമായി വിശ്വസിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായ ദ എസൻസ് ഓഫ് ചേഞ്ച് എന്ന പാഠം കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത പാഠഭാഗവുമായി കാണാം. എല്ലാവർക്കും നന്ദി.